ആണവ നിലയം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അത് സംസ്ഥാന സർക്കാർ നയപരമായി എടുക്കേണ്ട തീരുമാനമാണ്. വൈദ്യുതി ബോർഡിനായി മാത്രം ഈ ഒരു തീരുമാനം കൈക്കൊള്ളാനാകില്ല. വൈദ്യുതി ലഭ്യതയുടെ പുതിയ വഴികൾ തേടുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ചില ആശയങ്ങൾ മുന്നോട്ട് വച്ചതാണെന്നും കൃഷ്ണൻകുട്ടി പാലക്കാട് പറഞ്ഞു. അവിടുന്ന് ആണവ നിലയങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടുമോ എന്നുള്ളത് കൂടി പരിശോധിക്കാതെ നമ്മൾ കരാർ നടത്തിയത്. ഇപ്പോൾ 2 ആണവ നിലയമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഈ നയം ഞങ്ങൾ ആരെങ്കിലും എലക്ട്രിസിറ്റി ബോർഡിൽ മാത്രം തീരുമാനിക്കേണ്ടതല്ല. ഗവൺമെൻറ്റും പൊതുവെ പബ്ലിക്കും കൂടി തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ നാട് മൊത്തം അങ്ങനെയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ അത് അണുശക്തി ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും ചീപ്പായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും ചീപ്പായിട്ട് ഉണ്ടാകുന്ന സാധ്യത അതേക്കുറിച്ച് പഠിക്കാൻ പോയുള്ളത് 50 മെഗാവാട്ട് റിയാക്ടർ കൽപ്പറ്റത്ത് ഉണ്ടാക്കി അത് പഠിക്കാൻ പോയി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം എപ്രകാരമാണ്? ഈ ആണവ നിലയം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന വിവരം പുറത്തു വരുമ്പോഴാണ് അത് നിഷേധിച്ചുകൊണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ നയപരമായി എടുക്കേണ്ട തീരുമാനമാണ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. വൈദ്യുതി ബോർഡിനായി മാത്രം ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഈ വിഷയത്തിൽ കഴിയില്ല. വൈദ്യുതി ലഭ്യതയുടെ പുതിയ വഴികൾ തേടുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാണെന്നും മന്ത്രി പറയുന്നുണ്ട്. ഏതായാലും അതൊരു ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച ആശയമാണ് എന്നത് മാത്രമാണ് മന്ത്രി പറയുന്നത്. അതിലുപരി സർക്കാർ ഏതായാലും ഈ വിഷയത്തിൽ നയപരമായി എടുക്കേണ്ട തീരുമാനമായതുകൊണ്ട് തന്നെ ബോർഡ് മാത്രമായി ഒരു തീരുമാനം ഇതുവരെ ഈ വിഷയത്തിൽ കൈക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്.